ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, റെഡിറ്റ്, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ കണ്ടു കാണാം OnePlusന്റെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി. അതായത് OnePlus പിരിച്ചു വിടുകയാണ്, OnePlus മൊത്തത്തോടു കൂടി ഷട്ട് ഡൗൺ ആവാൻ പോവുകയാണ് എന്നുള്ള വലിയൊരു വാർത്ത. സംഭവം തുടങ്ങിയത് ജാനുവരി 20 ആൻഡ്രോയിഡ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട്, അതിനകത്ത് OnePlus ഇസ് ഡിസ്മാൻഡിൽ എന്ന് പറഞ്ഞ ഒരു കാര്യം വന്നപ്പോഴാണ്. കഴിഞ്ഞ കൊല്ലം വരെ OnePlus ഗ്ലോബലി ഏകദേശം 17 മില്യൺ യൂണിറ്റ്സോളം വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏകദേശം 14-13 മില്യൺ യൂണിറ്റ്സ് ആയിട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിലുപരി മേജർ ആയിട്ടുള്ള സ്റ്റാഫുകളെ പറഞ്ഞു വിടുക, അതേപോലെ ഓഫീസുകൾ ക്ലോസ് ചെയ്യുക, അതായത് ഡലാസിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ക്ലോസ് ചെയ്തു. ഈവൻ മാർക്കറ്റിംഗിന്റെ കാര്യമാണെങ്കിൽ പോലും ചൈനയിൽ മാത്രം ഫോക്കസ് ആവുന്ന രീതിക്കൊക്കെ മാറി. അതേപോലെ വെസ്റ്റ് സൈഡിൽ പാർട്ണർഷിപ്പ് ഉണ്ടായി, അതും അവർ എൻഡ് ചെയ്തു. ഇതിന് അപ്കമിംഗ് ആയിട്ട് വരുന്ന OnePlus Open 2 Fold, അതേപോലെ തന്നെ OnePlus 15s ഒക്കെ ലോഞ്ച് അവർ നിർത്തിവെക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും പാനിക് ആവും. കാരണം നെവർ സെറ്റിൽ എന്ന് പറഞ്ഞൊരു മോട്ടോയിൽ വളർന്നൊരു ലെജൻഡറി ബ്രാൻഡാണ് OnePlus. അതായത് ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണുകളൊക്കെ ഇറക്കി ഇപ്പോൾ അത് വന്ന് ഏത് രീതിക്കാണ് പോകുന്നത് എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ. അങ്ങനെ ഈ വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആൾക്കാരുടെ ഇടയിൽ പാനിക് വന്നു. കാരണം പുതിയതായിട്ട് ഞാനൊരു OnePlus ഫോൺ മേടിച്ചു, ഇനി അതിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യം എന്താ, ഇനി മുന്നോട്ട് സർവീസ് കിട്ടുമോ, പാർട്ട് കിട്ടുമോ, ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി. പല സബ് റെഡിറ്റുകളിലും യൂട്യൂബേഴ്സും ടെക് ബ്ലോഗ്സും ഇതിലെല്ലാം കവർ ചെയ്തിട്ടുണ്ടായി. പല ആൾക്കാരും ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിൻഡോസ് ഫോൺ ഉണ്ടായെന്ന് വിചാരിക്കും. വിൻഡോസ് ഫോൺ നല്ല പക്കയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പിന്നീട് വിൻഡോസ് ഫോൺ നിർത്തലാക്കിയ ശേഷം ഇപ്പോൾ വിൻഡോസ് ഫോണിന് ഒരു ആപ്ലിക്കേഷൻ പോലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ എല്ലാ സർവീസസും ഷട്ട് ഡൗൺ ചെയ്തു. നിങ്ങളൊരു പുതിയ OnePlus ഫ്ലാഗ്ഷിപ്പ് ഫോൺ മേടിച്ചിട്ട് OnePlus ഇല്ലാതെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ആപ്ലിക്കേഷൻസും സർവീസസും ഒന്നും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വരും. നിങ്ങളുടെ ഫോൺ വെറും ബ്രിക്കായി മാറാം. മറുഭാഗത്ത് വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ട്. സാംസങ് ആയിക്കോട്ടെ, പിക്സൽ വരെ ഇപ്പോൾ കോമ്പറ്റീറ്റീവായിട്ട് മാറി തുടങ്ങി, ഷവോമി, റിയൽമി, ഓപ്പോ. ഇത്ര കോമ്പറ്റീഷൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി OnePlus അതിന് റെസ്പോണ്ട് ചെയ്തില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഫൈനലി OnePlus ഇതിന് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഇന്ത്യ CEO ആയിട്ടുള്ള റോബിൻ ലിയു ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് റീസെൻ്റ്ലി ഇപ്പോൾ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ ഇതേപോലെ OnePlus ഷട്ട് ഡൗൺ ആവുകയാണെന്നുള്ള റൂമർ പരക്കുന്നുണ്ട്. അത് തികച്ചും ഫോൾസ് ആണ്. OnePlusന് യാതൊരു കുഴപ്പമില്ല, എങ്ങനെയാണോ ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പുതിയ ഫോണുകളെല്ലാം വരുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണുകൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഓപ്പറേഷൻസ് എല്ലാം നോർമലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഞങ്ങളുടെ മെയിൻ മാർക്കറ്റാണ്. ഷട്ട് ഡൗൺ എന്ന് പറയുന്ന വെറും റൂമർ മാത്രം, ഒരു ഫോൾസ് ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് ആരും പാനിക് ആവേണ്ടതില്ല എന്ന്. ഈവൻ ഇന്ത്യയിൽ മാത്രമല്ല, OnePlus നോർത്ത് അമേരിക്കയിൽ പോലും ഫുള്ളി ഫംഗ്ഷനിലാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. അതിനുശേഷം പിന്നീട് ആൻഡ്രോയിഡ് അതോറിറ്റി, GSM അറീന, 9 to 5 ഗൂഗിൾ ഇവരെല്ലാം തന്നെ ഷട്ട് ഡൗൺ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, OnePlus പ്രോപ്പറായിട്ട് തന്നെയാണ് പോകാൻ പോകുന്നത് എന്നൊക്കെ ആർട്ടിക്കിൾസ് കവർ ചെയ്തു. പക്ഷേ ഈ OnePlusന്റെ ഇന്ത്യ CEOന്റെ ഈ ഒരു തള്ളിക്കളയൽ എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ വാക്കിന് മാത്രമാണ്. കാരണം ആ ഒരു റിപ്പോർട്ട് 100% ഫിക്ഷൻ അല്ലെങ്കിൽ 100% മിസ്ഇൻഫർമേഷൻ ആയിരുന്നില്ല. അതിൽ കുറച്ച് സത്യങ്ങളുണ്ട്. അതായത് OnePlus ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, നല്ലപോലെ റീസ്ട്രക്ചറിങ് നടക്കുന്നുണ്ട്. കുറച്ചുകൂടെ ലീനർ ആയിട്ടുണ്ട് അവരുടെ ടീം. അവർ ഡിവൈസുകളുടെ എണ്ണം കുറച്ചു, അവർ സെല്ല് ചെയ്യുന്ന ഓരോ പ്രൈസ് റേഞ്ചുകൾ കിട്ടുന്ന ഓരോരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുന്നു. പിന്നെ നോഡ് സീരീസ് മാത്രമാണ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് എല്ലാ ബഡ്ജറ്റ് റേഞ്ചുകളിലും OnePlusന്റെ ഫോൺസ് അവൈലബിൾ അല്ല, എല്ലാ റീജിയൻസിലും ഫോൺ അവൈലബിൾ അല്ല. എന്തിന് OnePlusന് സ്വന്തമായിട്ടുള്ള സപ്ലൈ ചെയിൻ പോലും ഇല്ല. ഇപ്പോൾ OnePlus ഓപ്പോന്റെ അടിയിലാണ്. ഓപ്പോന്റെ R&D തന്നെയാണ് OnePlus ഷെയർ ചെയ്യുന്നത്. ഷിപ്മെന്റ്സ് കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. കോമ്പറ്റീഷൻസ് ബ്രൂട്ടലാണ്. അവരുടെ അപ്കമിംഗ് ആയിട്ടുള്ള പല ഫോണുകളും ഡിസ്കണ്ടിന്യൂ ആവാം, ചിലപ്പോൾ ലോഞ്ച് ആവാതിരിക്കാം, അല്ലെങ്കിൽ ലോഞ്ച് ഡിലേ ആവാം. അതിനുള്ള റിപ്പോർട്ട്സും ഉണ്ട്. ശരി, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു OnePlus ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കിട്ടും. ഈവൻ ഇപ്പോൾ ജാനുവരി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് റോൾ ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. OxygenOS 16 AI ഫീച്ചേഴ്സ്, പിന്നെ ആ ഒരു റോൾ ബാക്ക് എന്ന് പറഞ്ഞ ഫീച്ചറില്ല, അതായത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പഴയ ഫേംവെയറിലേക്ക് പോയി ഡാമേജ് വരാതിരിക്കാനുള്ള ഒരു റോൾ ബാക്ക് ഫംഗ്ഷനാലിറ്റി ഉള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇതൊക്കെ അവർ പുഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോണിന് കംപ്ലയിൻറ്റ്സ് വരുവാണെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, അതിൻ്റെ സപ്പോർട്ട്, വാറണ്ടി, പാർട്സ് ഇതെല്ലാം തന്നെ ഒഫീഷ്യലി എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും എന്നും പറയുന്നു. ഇനി പുതിയതായിട്ടൊരു OnePlus ഫോൺ നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് മേടിക്കാതിരിക്കണമെന്ന് വെച്ചാൽ ഇല്ല. ഇപ്പോൾ OnePlus 13 അല്ലെങ്കിൽ OnePlus 15 ആയിക്കോട്ടെ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രോപ്പറായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, ആൻഡ് ദോസ് ആർ നൈസ് ഡിവൈസസ്. നാളെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ OnePlus ബ്രാൻഡ് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയല്ല. പക്ഷേ OnePlusന്റെ അകത്ത് കുറേയധികം ഓപ്പറേഷണൽ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്കത് കാണാം. ആൻഡ് അതിനിടയിൽ ഒരു അറസ്റ്റ് വാറണ്ട് OnePlusന്റെ CEO പീറ്റ് ലൂക്ക് വന്നായിരുന്നല്ലോ. തായ്വാനിൽ ഇല്ലീഗലായിട്ട് ആരൊക്കെയോ ഹയർ ചെയ്തു എന്നുള്ള രീതിക്ക്. പിന്നെ ഇന്ത്യയിൽ ആ ഒരു OnePlusന്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേസ് കൊടുക്കുന്നുണ്ടായി. ബട്ട് ആ കൊടുക്കുന്ന ഡിസ്പ്ലേസിന് GST അട്രാക്ട് ചെയ്യും. ബട്ട് ആ ഒരു GST അടച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ കോടികളുടെ GST അടയ്ക്കാനുണ്ട് എന്നുള്ള രീതിയിൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് OnePlusന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് ഒഫീഷ്യലി വരുന്നുണ്ട്.
അപ്പോൾ കുഴപ്പം 100% ഇല്ലേന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, കുഴപ്പങ്ങളുണ്ട്. ബട്ട് അഗെയിൻ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇപ്പോഴത്തേക്കില്ല എന്ന് മാത്രം. നിങ്ങൾ ഇനിയൊരു OnePlus ഫോൺ മേടിക്കുകയോ ഇല്ലയോ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.